ഹലോ, അഗത്തിയിലേക്ക് വരുമോ? ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് വരുമോ? വരികയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങളൊന്ന് പോയി കാണാം. കുറച്ച് മീനുകളുടെ അക്വേറിയം കാണാൻ പറ്റും. ICRൻ്റെ അണ്ടറിലൊരു ഒരു അക്വേറിയം പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരണം. എന്തിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും അത് വിസിറ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ദിവസം അത് സിംഗപ്പൂരിലുള്ള ഒരു വലിയൊരു മ്യൂസിയമുണ്ട്, സോറി അക്വേറിയം പ്ലാന്റ് ഉണ്ട്, അതേപോലെ ആയി മാറും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്, അതിൽ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഒന്ന് സബൂർ ചെയ്യണം, ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞ് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഇംഗ്ലീഷൊക്കെ നല്ല സൂപ്പർ കൗപ്പറായി മാറുക എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, പുള്ളിക്ക് ഹിന്ദിക്കാരനാണ്. പുള്ളിയോട് ഹിന്ദിയും പറഞ്ഞ്, ഹിന്ദിയിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തിയാൽ എന്നോട് പറഞ്ഞു തരാൻ, എനിക്ക് മനസ്സിലാക്കി തരാൻ, ഞാൻ കറക്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, വെറുപ്പിക്കരുത്, ഞാനൊരു പാവം മനുഷ്യനാണ്. എന്തായാലും ഞാൻ മംഗ്ലീഷിൽ തുടങ്ങാൻ പോവുകയാണ്. ഹലോ, ലക്ഷദ്വീപിൽ അഗത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി, ICRൻ്റെ മീൻ വളർത്തുന്ന ഇടം എന്ന് പറഞ്ഞാൽ മതി. ഓട്ടോക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരും. ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, പുള്ളിയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അദ്ദേഹം आपका नाम? मेरा नाम पिंकू। यू वर्किंग हियर? I'm working as a scientist, scientist. scientific assistant. ഓക്കെ, വാവ്, നൈസ്. ഓക്കെ, കഴിഞ്ഞ പെരുന്നാൾക്കെടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ആമിന. മുപ്പത്തിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണത്. സ്കൂബക്കൊന്നും പോലിതാ ഉള്ള ശരി. കടലിൽ നീന്താൻ അറിയാത്തവരെ നീന്താൻ പഠിക്കണം. ഏതായാലും ലക്ഷദ്വീപിൽ വന്നാൽ നിർബന്ധമായിട്ട് നീന്താൻ പഠിക്കണം. അപ്പോൾ നീന്താൻ പറ്റില്ല, സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റില്ല, സ്നോക്കിങ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കൂട്ടക്കാർ ഈ ചെറിയൊരു അക്വേറിയം പ്ലാന്റ് ഒന്ന് കണ്ടേച്ച് പോവാട്ടോ. ഈ കാണുന്ന മീനുണ്ടല്ലേ, വാലിൽ വരെയുള്ള മീൻ, ഇത് നമ്മുടെ ഫ്രഷ് വാട്ടറിൽ വളരും കേട്ടോ. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അക്വാകൾച്ചറുകാരനാണ്. ഈ പരിപാടിയൊക്കെ ഞാൻ പഠിച്ചത്, പക്ഷേ ഇപ്പോൾ ഞാൻ പലതും മറന്നു. ഈ വാലിൽ വരെയുള്ള ഇയാൾക്ക് സാലൈനിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. ഫ്രഷ് വാട്ടറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇയാൾ ജീവിക്കും ഫ്രഷ് വാട്ടറിലും, ഉപ്പ് വെള്ളം ജീവിക്കും. സയൻറ്റിഫിക് നെയിം എന്തായിരുന്നു? ഫ്ലാറ്റ് ടെയിൽ ഫിഷ്. സയൻറ്റിഫിക് നെയിം? സയൻറ്റിഫിക് നെയിം ഫ്ലാറ്റ് ടെയിൽ. ഓക്കെ. വാവ്, അടുത്ത നോക്കട്ടെ. ഇത് ക്രോമിസ് അല്ലേ? ചാള, ക്രോമിസ്. വാവ്, നൈസ്. ഞങ്ങളിതിനെ ചാളെന്ന് പറയേ ദ്വീപുകാർ. ഇത് ക്ലൗൺ ഫിഷിൽ ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ്? പർക്കുള. ക്ലൗൺ ഫിഷിലെ പർക്കുള എന്ന മീന. നിങ്ങൾ മോളെ ഇത് കൊടുക്കിന് ഇവിടെ നാക്ക് മേടിക്കണമെന്നുണ്ട്. അക്യൂറത്തൊക്കെ ഇടാൻ നാക്ക് തരുങ്ങ ചെയ്യുന്നല്ല. ഇയാള് നമ്മ ആട്ടാരെ പറഞ്ഞ പേരാണ് ചീങ്കണ്ണി, ഉണ്ടക്കണ്ണങ്ങനെ എന്നാണ് പരിങ്കണ്ണി. ഇതിൻ്റെ കണ്ണ് കണ്ട വലിയ പരിയ കണ്ണ്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്ത്? എസ്ക്രിൽ ഫിഷ്. ഒരു ഓട്ടം കണ്ട ലൈറ്റ് ഇട്ട് ഇടുമ്പോൾ അത് തിളങ്ങുന്നുണ്ട് വെച്ചിരി. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടി കളർ വേണം കേട്ടോ ഇവർക്ക്. കടലിൽ കാണുമ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാകുന്നുണ്ട്. മിമ്മി भाई इसका लाइट है ना, ये क्या हो गई? लाइट प्रॉब्लम आ रहा है, वो हम बैक है, लाइट हम बैक. ഇത് ഇവിടെ കുറേ ലൈറ്റ് ഇവിടെ കത്തുന്നില്ല, അതുകൊണ്ട് ക്ലാരിറ്റിയിലൊക്കെ കറുത്തിട്ട്. വാട്ട് ഈസ് ഇറ്റ്സ് സയൻറ്റിഫിക് നെയിം? ബ്ലാക്ക് ഹംബൈറ്റ്. കറുത്ത സ്പോട്ടുള്ള ആളല്ലേ ഇയാൾ? ക്ലാരിറ്റി ഇല്ല അത്. ഈ ഫിഷ് ഇത് ഏത് വീൽ ഫിഷ്? ഈൽ, മലഞ്ഞി.
മോനെ ഇത് ഫാം വല്ല വന്ന് ഇത് സോറി ഇത് മീൻ സ്റ്റോൺ ഫിഷ് അത് ഇത് ഭയങ്കര പോയിസൺ അല്ലേ സ്റ്റോൺ ഫിഷ്. ട്രൈ ടു ഫൈൻഡ് സ്റ്റോൺ ഫിഷ്, ട്രൈ ടു ഐഡന്റിഫൈ സ്റ്റോൺ ഫിഷ്. എവിടെയാണ് സ്റ്റോൺ ഫിഷ് എന്ന് പറയാൻ പറ്റും. ഇതിൽ ഏതാ കല്ലുള്ളത് വാൻ പറ. ഇത് ഈൽ ഫിഷ്. ആ ഇത് 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 ഫിഷാണ്, ഇത് ഫിഷാണ്. ഇയാള് മീനാണ്. അതിനെ ഒന്ന് ഓടിക്കാൻ പറ്റുമോ എന്ന് പതുക്കെ ഒന്ന് ഓടിക്കാം പ്ലീസ്. That side coming now, gills pumping. Gills are pumping that side. ഇത് കണ്ട വാലും ടൈലും എല്ലാം ഇവിടെ കാണുന്നുണ്ട്. Pumping gills. ആ ഇവിടെ ഗില്ലുണ്ട്, ടൈലൊക്കെ കാണുന്നുണ്ട്. കോഡൽ ഫിന്നും പൽവിക് ഫിന്നും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഗില്ല് ഒന്ന് മാ. ഇത് കോഡൽ ഫിൻ എന്നെ ഉള്ള ഓ നൈസ് മാഷാല്ല. ആമിന മാഡം പറയുന്നത് വെച്ചാൽ ഈ ഈൽ ഫിഷേ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പോലും. വാവ് നല്ല ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമുണ്ടെന്നാണ്. ഇവന് മുട്ടിയപ്പോൾ വന്നെന്ന് പോലും എൻ്റെ മോനെ. മൂപ്പര് ഡാൻസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ ശരിക്കും. ഈ യൂറോപ്പിലത്തെ ഈ ബിക്കിനി ഇട്ടുകൊണ്ടൊരു മണങ്ങളുണ്ടല്ലോ. യൂറോപ്യൻ ലേഡീസ് ആർ വിയറിംഗ് ബിക്കിനി ആൻഡ് ദേ ഡൂയിങ് ദിസ് ആസ് ദ മോമെന്റ്, ദിസ് ആസ് ദ മോമെന്റ്സ് സെയിം വേ. ആ കണ്ട നമ്മള് കണ്ടപ്പോൾ അവർക്ക് അറിഞ്ഞു. ഒന്ന് പുറത്തേക്ക് വാടും ഒന്നുകൂടി, അടുത്ത് നിൽക്കുന്നതാണ്. ഇതിപ്പം ഇത് പാരറ്റ് ഫിഷിന് ഇത് സാധനം ഇല്ല വേളെ. इसका नाम क्या है? पैरट फिश. यस यस पैरट फिश माशाअल्लाह. റീൽസ് അല്ല മോളെ, യൂട്യൂബ് വീഡിയോ. ഇതേതായിരുന്നു ക്ലൗൺ ഫിഷിൽ? ഇയാളാരായിരുന്നു? ഇത് അമീമോ. ക്ലൗൺ ഫിഷിൽ ഏതാണ് എൻ്റെ പേര് തന്നെ? നൈഗ്രബസ് എന്ന ഇയാളെ പേര്. വേറൊരാളുടെ പൊട്ടുള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റ് പൊട്ടുള്ളൊരു മീനുണ്ട് ക്ലൗൺ ഫിഷിൽ. ഇങ്ങനെ പൊട്ട് വരും. അതേതാണ്? ഉണ്ടോ ഇവിടെ? ആ അത് ഡിഫറെൻ്റ്. ഇവർ കുറേ ടൈപ്പ് ഉണ്ട്. ക്ലർക്കി ഇല്ലേ? ക്ലർക്കി ആ ഓർമ്മ ഉള്ള പേര് അതാണ്. എടാ ഈ മീനിൻ്റെ പ്രത്യേകത അറിയോ? ഈ മീന് പോയിട്ട് താമസിക്കുന്ന ഇടം കണ്ടോ? അനിമോണിൻ്റെ മേലത്തേക്ക്. അനിമോൺ ഒരു വീടാണ് അവർക്ക്. വേറെ പലർക്കും അനിമോണിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ഈ നൂല് പോലത്തെ സാധനമേ അത് അനിമോണാണ് കേട്ടോ. അപ്പോൾ ഈ മീനുകളുടെ ഇടുന്ന അപ്പിയൊക്കെ അവർക്ക് എന്തോ അപ്പിയിലുള്ള ന്യൂട്രിയൻസൊക്കെ ഇവർ വലിച്ചെടുത്ത് അവർ ജീവിക്കും, ഇവരും ജീവിക്കും. സന്തോഷത്തോടു കൂടി രണ്ട് കൂട്ടക്കാരും വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ജീവിച്ചു പോകുന്നു. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നു. സന്തോഷം. പഠിച്ചത് പല ഓർമ്മ വരുന്നു. പ്രത്യേകത എന്താണെന്നറിയോ? ഈ മീന് ഒരു ഏജിൽ എല്ലാവരും ഒരേപോലെയാണ്. ആണും പെണ്ണും ഒക്കെ ഒന്നാണ്. പിന്നെ അതിൽ ഒരാൾ വലിപ്പം കൂടിയ ആൾ ആണാവുന്നു അല്ലേ? വിച്ച് വൺ ഈസ് ബിഗ് സൈസ് ദേ ബിക്കം മെയിൽ. സ്മോൾ യങ്ങർ വൺ ചെറിയ ആള് ഓട്ടോമാറ്റിക്കായിട്ട് ഫീമെയിലായി മാറും, വലിയ ആൾ ആണായി മാറും. ഫസ്റ്റ് രണ്ടുപേരും ബിഫോർ ദേ ബോത്ത് ആർ ഫീമെയിൽ. ചെറുപ്പത്തിൽ രണ്ടുപേരും പെണ്ണുങ്ങളായിരിക്കും. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് വലുതായാലും ഒരാൾ വലുതായാലും അയാൾ ആണായി മാറും, മറ്റേ ആൾ പെണ്ണായിട്ട് നിൽക്കും. ഇതാണ് ശരിക്കുള്ള ഒറിജിനൽ ഹിജടകൾ. ഇതാണ് യഥാർത്ഥ ഹിജടകൾ. ബാക്കിയുള്ള ഹിജടകൾ അവരുടെ അവയവങ്ങൾ മുറിച്ച് വെക്കുന്നതാണ്, ഫിറ്റ് ചെയ്യുന്നതാണ്. ഫിഷ് ഇയാൾ അല്ലേ? ബഫർ അല്ലേ പേര്? ബഫർ. ആ ഊതി വീർക്കും. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കളിക്കുമ്പോഴേ ഈ സാധനത്തെ പിടിച്ച് കയ്യിലിട്ട് അതിന് ബലൂണ് പോലെ ഊതി വീർക്കും. അപ്പോൾ ഞങ്ങൾ അതിനെ ഫുട്ബോൾ കാട്ടുന്നോട് തട്ടും. പാവം, ഞങ്ങൾ ചെയ്ത കുട്ടിയെ മഹാപാവം. അള്ളാഹ് അസ്തഗ്ഫിറുല്ലാഹ്. വീർക്കും. ആ വീർത്തു. ये कौन है? इसका नाम क्या है भैया? സർജൻ ഫിഷ്. ആ സർജൻ ഫിഷ്. ക്ലാരിറ്റി ഇല്ല. വലിയ ടാങ്കിൽ ഇങ്ങനെ കുറേ ടാങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
ഗ്രീൻ ഡംസൽ ഡംസൽ മീമുണ്ട് നോളി നോളി മീമുണ്ട് പാപ്പാ രണ്ട് മീമുണ്ട് ആ അതുണ്ട് മീമു भैया मैं इधर वर्क किया बिफोर एक्चुअली आई एम ए मरीन बायोलॉजी स्टूडेंट एक लड़की वाओ हम लोग इसका ब्रीडिंग फास्ट किया इधर ക്ലർക്ക് ക്രൗൺ ഫിഷിൻ്റെ ഒരു വിഭാഗം ക്ലർക്ക്. ഞാൻ പഠിച്ച പലതും മറന്നുപോയി. ഇവിടെ വർക്ക് ചെയ്തായിരുന്നു, ഈ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തായിരുന്നു. ഇതിനെ ബ്രീഡ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ബ്രീഡിങ് ഞങ്ങളാണ് ചെയ്തത്. ഇതിനെ ഭംഗിയില്ല, എനിക്ക് ക്ലർക്ക് ഇഷ്ടമാണ്. ക്ലർക്കിയുടെ പാറ്റേൺ ഭയങ്കര ഭംഗിയാണ്. ടീഷർട്ടിനൊക്കെ അങ്ങോട്ട് കാട്ടിക്കൂടെ അങ്ങോട്ട് മീമിയ അള്ളാ പടച്ചോനെ ഇവിടെ ക്ലർക്കി ഇതേ ഇവിടെ ഋതാനെ ക്ലർക്കി ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ക്ലർക്കി ഉണ്ട്. ഇത് കണ്ട ഇയാളല്ല സാൾട്ട് ടോളറേറ്റ് എന്ന ഫിഷ് അല്ലേ മുപ്പറായി? ആ ഇയാൾ സാൾട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. നല്ലതാണ്, ഫ്രഷ് വാട്ടറിൽ വളരും. പിന്നെ നമ്മൾ പള്ളിയിലെ ഇങ്ങനെ കൈയും കാലും വാഷ് ചെയ്യാൻ വേണ്ടി ഉളു എന്ന് പറയും. അതിന് വേണ്ടി ഇങ്ങനെ ഒരു വെള്ളം നിർത്തുന്നുണ്ട്. ഇതേപോലെ ടാങ്ക് ഒരു ഉളു ഓത്തി എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇതേപോലെയാണ്. ഇതേപോലെ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കൈയും കാലമൊക്കെ വാഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മീനിനെ ഞങ്ങൾ പണ്ട് ഇടുമായിരുന്നു പള്ളികളിൽ, ഫ്രഷ് വാട്ടറിൽ. ഇത് കടലിലും വളരും, ഫ്രഷ് വാട്ടറിൽ വളരും. ഈ മീൻ, ഈ വാലിൽ വരെയുള്ള മീൻ. ക്ലർക്കിയുടെ പാറ്റേൺ ഭംഗിയില്ല, നല്ല ഭംഗിയില്ല. ടീഷർട്ട്സിന് ഈ പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരിക്കും അല്ലേ? നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. ഹണി ബീയുടെയൊക്കെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ക്ലർക്കിയുടെ. അത് डैमसेल हाँ ये इधर शैलो वाटर में ग्रो करते हैं. हाँ साइंटिफिक नेम है पता है ना? മൂൺ ഡാംസൽ. ഇവർ പറയണ പലതും സയൻറ്റിഫിക് നെയിം അല്ല കേട്ടോ, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനത് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല വിട്ടേക്ക്. ഞാൻ തന്നെ പലതും മറന്നുപോയി. കോമൺ നെയിമുകളാണ് അതൊക്കെ, പോലെ നമുക്ക് തൽക്കാലത്തേക്ക്. നമ്മൾ ഈ ഈസ്റ്റേൺ സൈഡിൽ ഇറങ്ങിയാൽ ഇയാൾ കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടെ ഉള്ളതാട്ടോ. ഇനി ഒരുപാട് മീൻ, ഇച്ചിരിയേ ഉള്ളൂ. ഇഷ്ടംപോലെ മീനുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ മീനുകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കയറാൻ സമയത്ത് ഇച്ചിരി ഇവിടെ കാണാൻ വേണ്ടി വെച്ചു. കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് ഇത് എത്തിക്കണം. സിംഗപ്പൂർ ലെവലിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു പരിപാടി എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഗ്രൂപ്പർ സ്ലീമനില അഗത്തി സ്പീഷ്യസ് നോ. ഇത് അഗത്തി എന്ന് കണ്ടതല്ലേ? ദിസ് വൺ ഈസ് ഫൗണ്ട് ഇൻ അഗത്തി ഐലൻഡ്. ഈ ഐലൻഡിൽ കണ്ടതാണ് ഇയാളെ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മുങ്ങുകയാണ് ചെയ്തത്. നല്ല സ്വഭാവം രണ്ടുപേരുടേതും. ആ സയൻറ്റിസ്റ്റിൻ്റെയും മാമിയുടെ സ്വഭാവം നല്ല സ്വഭാവം. അള്ളാഹു ഹെയറാക്കട്ടെ. ആമീൻ. ടിങ്കു സാർ താങ്ക് യു വെരി നൈസ്. ഇതെന്താ? ഹലോ ഇങ്ങേ ബാബാ ഇങ്ങ ഓനാ കൊടുക്കണം, ഓനാ മീന് കൊടുക്കണം. ആ ബാബാ ഇങ്ങ ബാബാ താറ്റ താറ്റ ബൈ. ശരി. നിങ്ങൾ ട്രാവൽ ഏജൻസിൻ്റെ അണ്ടറിൽ ടൂറിസ്റ്റായിട്ട് ദ്വീപിലേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ പൈസ പോകുമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് പെർമിറ്റ് ഞാൻ എടുത്തുതരാം, അക്കോമഡേഷൻ ഞാൻ ഒരുക്കിത്തരാം. നിങ്ങൾക്ക് വരാം ദ്വീപിലേക്ക്. എൻ്റെ നമ്പറാണിത്, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ സഹായവും ഞാൻ ചെയ്യും, വളരെ കുറഞ്ഞ റേറ്റിൽ. ഓക്കെ, ഇതാണ് എൻ്റെ നമ്പർ.